വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പാചകം ചെറുപയർ തോരനും മുരിങ്ങയില കറിയുമാണ്. അതിനു വേണ്ടി സ്റ്റവിൽ ഒരു പാത്രം വെച്ച് നമുക്ക് ചെറുപയർ വറുത്തെടുക്കാം. ചെറുപയർ നല്ല ഹെൽത്തി അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാകും ചെയ്യും. ഈ ചെറുപയർ വറവായിട്ടുണ്ട്. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റുക. കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം, വെള്ളം ഒഴിച്ചിട്ട്. ചെറുപയർ വറവായിട്ടുണ്ട്. ഇത് മാങ്ങയെടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്ത് കുക്കറിലിട്ട് വേവിക്കാം നമുക്ക്. കുക്കറിലിട്ടിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് മൂടി വെച്ച് വേവിക്കാം. കുക്കർ സ്റ്റവിൽ വെക്കാം. ചെറുപയർ വെന്ത് വരട്ടെ. ചെറുപയർ വേകുമ്പോഴേക്കും നമുക്ക് മുരിങ്ങയില പൊട്ടിച്ച് വരാം. മുരിങ്ങയില കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നത്. അത് തോട്ടിയൊക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കട്ടെ. നമുക്ക് അധികം വേണ്ട, കുറച്ച് മതി. മുരിങ്ങയില പൊട്ടിച്ചെടുക്കട്ടെ. തോട്ടിയെടുത്ത് മേലെ പോകുമ്പോൾ പൊട്ടിക്കാൻ നോക്കി, പൊട്ടിച്ചിട്ട് കിട്ടിയില്ല. അപ്പം അടിയിൽ നിന്ന് കുറച്ച് പൊട്ടിച്ച് പോന്നു. മുരിങ്ങയില എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് എപ്പോഴും മുരിങ്ങയിൽ തേങ്ങയൊന്നും അരക്കാതെ കഞ്ഞിയുടെ വെള്ളത്തിൽ ചീനമുളകോ പച്ചമുളകോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിച്ചെടുത്താൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതാണ് മുരിങ്ങയില. പൊട്ടിക്കുമ്പോൾ വലിയ കൊമ്പ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും ചിലവാകില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മുരിങ്ങ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഊരിയെടുക്കണം. കുറച്ച് നേരം വേണമല്ലേ നമുക്ക് ഊരിയെടുക്കാൻ. അത് വലിയ തണ്ടുകളൊന്നും പെടാതെ ആ ഊരിയെടുത്ത് വരാം. അങ്ങനെ മുരിങ്ങയൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതാണ് നല്ല സൗണ്ടിൽ കേൾക്കുന്നത്. മുരിങ്ങടലൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഊരൽ കഴിഞ്ഞൊക്കെ ഒന്ന് കഴുകി വെക്കാം. എന്നിട്ട് നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് ശരിയാക്കാം. മുരിങ്ങയൊക്കെ നല്ല വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഈ കഞ്ഞിയുടെ വെള്ളം ഒരു പാത്രം എടുത്ത് കഞ്ഞിയുടെ വെള്ളം അതിൽ ഒഴിച്ച് ചീനമുളകൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സ്റ്റവിൽ വെക്കണം.
കഞ്ഞിരവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പച്ചമുളക് ചെറുപയർ തോരനൊക്കെ മുളക് ഒഴിച്ചാൽ മുളക് വെന്ത് വന്നിട്ടുണ്ട്. ഇത് സ്റ്റൗമൊന്ന് മാറ്റി പാത്രത്തിലേക്ക് പോകാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ. പിന്നെ പച്ചമുളകും ചീനമുളകൊക്കെ പൊളിച്ച് ഇടേണ്ടവർക്ക് പൊളിച്ചിടാം. ഇവിടെ ആർക്കും ഏത് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ രുചി കിട്ടാൻ വേണ്ടി കുറച്ച് മുളക് അങ്ങനെ ഇട്ടിട്ടാണ്. അത് തിളക്കുമ്പോൾ ഒരു മുളക് 2 മുളക് എടുത്തതിൽ അത് തിളച്ച് അരച്ച് ചേർക്കും. ബാക്കി അങ്ങനെ അപ്പോൾ നമ്മൾ ചെറുപയർ ഒഴിക്കാതെ കളയുക. സ്റ്റൗമുണ്ട് അത് വെന്തിക്കണതിൽ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിക്കണത്. നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് കഞ്ഞിൻ്റെ വെള്ളം വെച്ച് കൊടുക്കാം. ഇത് ഇളക്കുമ്പോൾ നമുക്കതിലേക്ക് മുരിങ്ങയുടെ ഇല ഇടണം. അത് തിളച്ച് വരട്ടെ. കഞ്ഞിവെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം. ചട്ടിയിൽ എണ്ണയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പും പിന്നെ മുളക് പൊടി, വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട് എടുത്തിട്ട് ആ തേങ്ങയും ചേർക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു എരിവിന് ചെറുതായിട്ട് എരിവിന്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങയാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്ന് ചട്ടിയിലിട്ട് ചൂടാക്കിയതിൻ്റെ ശേഷമാണ് നമുക്ക് ചെറുപയർ വേവിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മൂത്ത് വന്നിട്ട് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് ചൂടായി നല്ല ചൂടായി വന്നിട്ടാണ് ചെറുപയർ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തേങ്ങ തണുപ്പുണ്ട്, ഫ്രിഡ്ജിൽ ഇരിക്കുന്നതായതുകൊണ്ട്. തേങ്ങാമുറി ഫ്രിഡ്ജിലായിരുന്നു എടുത്തു, ചെറിയ തണുപ്പുണ്ട്, അതുകൊണ്ട് അതൊന്ന് നമുക്ക് നല്ല ചൂടാക്കി എടുക്കാം. അതിലേക്ക് ചെറുപയർ കുട്ടി കൊടുക്കുക. ചെറുപയറൊക്കെ കൂട്ടിയിട്ട് ഇളക്കി മറിച്ച് നമുക്ക് മാങ്ങയെടുക്കാം. അപ്പോൾ നമ്മളെ ചെറുപയർ കറി നമ്മുടെ ചെറുപയർ തോരനും മുരിങ്ങയിലക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമുക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിസ്കാരം നടക്കുന്നുണ്ട് ഉള്ളിൽ തമാശ. നോമ്പും നോറ്റ് ക്ഷീണിക്കുന്നുണ്ടതിലും തമാശ. ഹജ്ജും ഉംറ ചെയ്യാൻ പോയിട്ടവിടെയും തമാശ. ഈമാനില്ല കാട്ടിക്കൂട്ടലെല്ലാം തമാശ. എല്ലാം തമാശ, എവിടെയെല്ലാം തമാശ. ചിലർക്കെല്ലാം തമാശ, ചിലർക്കെല്ലാം തമാശ. എല്ലാം തമാശ, ഇവിടെയെല്ലാം തമാശ. ഉള്ളത് പോലെ പറയുന്നോന് പിഴച്ചോനാണ്. ഉരുണ്ട് കളിച്ച് ദീന് വളക്കുന്നോന് മഹാ